വോട്ട് മോഷണത്തെ ചൊല്ലി പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം. വോട്ടർ പട്ടിക അട്ടിമറിയിൽ ബിജെപിയോടൊപ്പം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രതിയാണെന്ന് പ്രതിപക്ഷ എംപിമാർ പറഞ്ഞു. പിസിസികളുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. അതിനിടെ ബീഹാർ വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ വാദം തുടരുകയാണ്. ബീഹാർ വോട്ടർ പട്ടികയിൽ 124 വയസ്സുള്ള കന്നി വോട്ടറെ പ്രതീകമാക്കിയായിരുന്നു പാർലമെന്റ് കവാടത്തിൽ ഇന്നത്തെ പ്രതിപക്ഷ സമരം. മിന്ദാദേവി എന്ന വോട്ടറുടെ പേര് മുൻഭാഗത്തും നോട്ട് ഔട്ട് 124 എന്ന് പിൻഭാഗത്തും പ്രിന്റ് ചെയ്ത ടീഷർട്ടും ധരിച്ചാണ് പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിലെത്തിയത്. പ്രതിപക്ഷ പ്രകടനത്തിന് പ്രിയങ്ക ഗാന്ധി നേതൃത്വം നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ രാജീവ് കുമാറും ജ്ഞാനേഷ് കുമാറും ചേർന്ന് കമ്മീഷനെ ബിജെപിയുടെ ഒരു ഘടകമാക്കി മാറ്റിയെന്ന് കോൺഗ്രസ് എംപി മാണിക്കം ടാഗോർ പറഞ്ഞു. രാജ്യസഭയും ലോക്സഭയും നിർത്തിവെച്ച് അടിയന്തര പ്രാധാന്യത്തോടെ വോട്ട് മോഷണം ചർച്ച ചെയ്യണമെന്ന് നോട്ടീസ് നൽകിയിരുന്നു. ഇരുസഭകളും നോട്ടീസ് തള്ളിയതിനാൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് സ്തംഭിച്ചു. പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. ഞങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങളെ വിരട്ടാൻ വന്നാൽ ആ വിരട്ടാൻ വരുന്നത് കേട്ടിട്ട് പേടിച്ചൂടുന്നവരല്ലോ ഞങ്ങൾ. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ വിടാതെ പിന്തുടരാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസും NSU നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. രാഹുൽ ഗാന്ധിയുടെ പട്ടാളമായി പ്രവർത്തിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിബ്ബ് പറഞ്ഞു. राहुल गांधी के सिपाही भारत माता के लाल इस देश में है जो देश के लोगों की आवाज उठाएंगे. ബീഹാർ വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയ്ക്ക് ശേഷം പ്രസിദ്ധീകരിച്ച കരടിലെ പിഴവ് സുപ്രീം കോടതിയിൽ ഹർജിക്കാർ തുറന്നുകാട്ടി. മരിച്ചെന്ന് രേഖപ്പെടുത്തി വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത 2 പേരെ സുപ്രീം കോടതിയിൽ ഹാജരാക്കി സാമൂഹ്യ പ്രവർത്തകനായ യോഗേന്ദ്ര യാദവ് അമ്പരപ്പിച്ചു. നേരിട്ട് വാദിച്ച് കൃത്യമായ നിരീക്ഷണം സമർപ്പിച്ച യോഗേന്ദ്ര യാദവിനെ സുപ്രീം കോടതി അഭിനന്ദിച്ചു. അതേസമയം ആധാർ കാർഡ് പൌരത്വത്തിന്റെ നിർണായക രേഖയായി കാണാനാവില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് വാദത്തിനിടയിൽ സുപ്രീം കോടതി ശരിവെച്ചു. മീഡിയ 1 ഡൽഹി.